എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഫിസിക്സിലെ ഓസിലേഷൻസ് എന്ന ചാപ്റ്ററിൽ കഴിഞ്ഞ ദിവസം സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന രണ്ട് സിസ്റ്റംസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓസിലേഷൻസ് ഡ്യൂ ടു എ ലോഡഡ് സ്പ്രിംഗ് ആൻഡ് സിമ്പിൾ പെൻഡുലം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ആ സിമ്പിൾ പെൻഡുലത്തെ ബേസ് ചെയ്ത് ഒരു ന്യൂമറിക്കൽ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ എഴുതൂ. If a simple pendulum with length 55 centimeter makes 120 oscillations in 3 minutes, what is the value of acceleration due to gravity at its location? A pendulum with a length of 55 centimeter. So the length of the pendulum is given L equal to 55 centimeter, which is 0.55 meter. And you see that pendulum makes 120 oscillations in 3 minutes. So what is the time period? We know time period is the time taken for one oscillation. Here in 3 minutes there are 120 oscillations. So the time for one oscillation is 3 into 60 divided by 120. On calculation you get the time period as 1.5 second. You know the equation for the time period of a simple pendulum. T equals 2 pi into root of L by G. ഒന്ന് സ്ക്വയർ ചെയ്ത് എഴുതും. T square equals 4 pi square into L by G. നമുക്ക് വേണ്ടത് ജിയുടെ വാല്യൂ ആണ്. So rewrite this equation for G. G equals 4 pi square into L by T square. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 ഇൻറ്റു പൈ സ്ക്വയർ ഇൻറ്റു 0.55 ഡിവൈഡഡ് ബൈ 1.5 സ്ക്വയർ. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. യു ഗെറ്റ് ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ ലൊക്കേഷൻ ഓഫ് ദ പെൻഡുലം ആസ് 9.65 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു സിമ്പിൾ പെൻഡുലം ബോബ് കാണാം. ഈ ബോബിനെ ഞാൻ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്നു. ഈ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ യു ചെക്ക് വാട്ട് ഹാപ്പൻസ് ടു ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ. ശ്രദ്ധിക്കുക വീഡിയോയിലേക്ക്. പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നു. ഓസിലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻസ് ഈസ് കണ്ടിന്യൂസ്ലി ഡിക്രീസിങ്. സോ ഇൻ ദ കേസ് ഓഫ് ദിസ് ഓസിലേറ്റർ, the amplitude of oscillations is continuously decreasing and finally the oscillations will die off. ഈ ബോബ് റെസ്റ്റിലേക്ക് എത്തും. This type of oscillations are called damped oscillations and this phenomenon is called damping. എന്തുകൊണ്ടാണ് ഓസിലേഷൻസ് ഇങ്ങനെ ഡാമ്പ് ചെയ്തു പോകുന്നത്? അതാണ് നമുക്കിനി അറിയേണ്ടത്. നമുക്കറിയാം ഈ കേസിൽ ഈ ഓസിലേഷൻസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്നത് എയർ ഡ്രാഗ് കൊണ്ടും ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ ഫ്രിക്ഷൻ കൊണ്ടുമാണ്. ആൻഡ് ബിക്കോസ് ഓഫ് ദീസ് ടു റീസൺസ് ദ എനർജി ഓഫ് ദി സിസ്റ്റം ഈസ് കണ്ടിന്യൂസ്ലി ഡിസിപ്പേറ്റിംഗ്. ഈ ഡാമ്പിംഗ് എഫക്റ്റ് വളരെ ചെറുതാണെങ്കിൽ ഈ ഓസിലേഷൻസിനെയും നമുക്ക് അപ്രോക്സിമേറ്റ്ലി പീരിയോഡിക്കായി ഇമാജിൻ ചെയ്യാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡാമ്പിംഗ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസാണ്. വെരി ക്ലിയർലി യു നോ ദിസ് ഡാമ്പിംഗ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ മീഡിയം. ഈ എയറിൽ ഓസിലേറ്റ് ചെയ്യുന്ന പെൻഡുലത്തെ ഞാൻ വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്ത് വെച്ചാൽ ഡാമ്പിംഗ് ഫോഴ്സിൻ്റെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡാമ്പിംഗ് ഫോഴ്സ് വിൽ ബി മച്ച് മോർ ആൻഡ് ദ ഡെസിപ്പേഷൻ ഓഫ് എനർജി വിൽ ബിക്കം മച്ച് ഫാസ്റ്റർ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ബോബ് റെസ്റ്റിലേക്ക് വരികയും ചെയ്യും. ഇൻ ജനറൽ ദിസ് ഡാമ്പിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി. ഇതിൻ്റെ ഒരു ഇലിസ്ട്രേഷൻ നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ട്. സ്റ്റോക്സ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. ഓർക്കുന്നില്ല ഇക്വേഷൻ എഫ് ഈക്വൽ 6 pi eta av. അപ്പോൾ ജനറലി നമുക്ക് പറയാം ഡാമ്പിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി, ഓർ വി ക്യാൻ സേ damping force Fd equals minus b into v, where v is the velocity and b is a positive constant and that constant is called damping constant.
This damping constant depends on the characteristics of the medium. Viscosity തുടങ്ങിയ charactersനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് ഈ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ്. It depends on size and shape of the block also. And this equation Fd equals minus Bv is usually valid for very small velocity only. A simple harmonic oscillator, ഇപ്പോൾ in addition to the restoring force, there is a force, that force is minus Bv. So what will be the total force acting on the oscillator? Let's take the total force as F. So total force F equals minus Kx minus Bv. ഇവിടെ x എന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്ന ടൈം ഇൻസ്റ്റൻറ്റിലെ ഓസിലേറ്ററിൻ്റെ വെലോസിറ്റിയാണ് v. ആ ഇൻസ്റ്റൻറ്റിലെ ആക്സിലറേഷൻ a ആണെങ്കിൽ we can write this equation as ma equals minus kx minus bv. We know the instantaneous velocity v equals dx by dt and acceleration at that instant is d square x by dt square. ഈ രണ്ട് വാല്യൂസും കൂടി നമുക്ക് ഈക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്താ നമുക്ക് കിട്ടുന്നത് നോക്കൂ. m ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽസ് minus kx minus b dx by dt. Or we can write this equation as m d square x by dt square plus b dx by dt plus kx is equal to 0. This is the differential equation for a damped simple harmonic oscillator. ഈ ഇക്വേഷനിൽ നിങ്ങൾ b equal to 0 എന്ന് അസ്യൂം ചെയ്താൽ, that means if you neglect damping, the equation becomes m d square x by dt square plus kx is equal to 0, which is the equation for a simple harmonic motion. ഈ അൺഡാംപ്ഡ് സിറ്റുവേഷനിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്കറിയാം. x is equal to a cos omega t plus phi എന്നാണ്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, the amplitude A is a constant. Remember, we are discussing undamped situation. The amplitude A is a constant. Second one, the angular frequency of oscillation is omega equal to root of k by m. That also is a constant. ഇനി നമുക്ക് ഡാംപ്ഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് വരാം. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെയും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. The solution of this equation is x equals a e raised to minus bt by 2m cos omega dash t plus phi. ഇവിടെയും എക്സിനെ നമുക്കൊരു കൊസൈൻ ഫംഗ്ഷനായി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ആ കൊസൈൻ ഫംഗ്ഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ഇ റൈസ് ടു മൈനസ് ബി ടി ബൈ 2m എന്നാണ്, എ എന്നല്ല. ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ പ്രത്യേകത നോക്കൂ. It is a function of time and you can see the amplitude is decreasing exponentially. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് അല്ല, ആംപ്ലിറ്റ്യൂഡ് എക്സ്പൊണൻഷ്യലായി ഡിക്രീസ് ചെയ്യും. ഇതാദ്യമേ ഓർക്കുക. The second thing you have to remember is the angular frequency in this case is omega dash and omega dash is given by root of k by m minus b square by 4m square. നമ്മൾ ഇതിൻ്റെയൊക്കെ ഡെറിവേഷൻസിലേക്ക് ഇപ്പോൾ പോകാത്തത് കൊണ്ട് ഈ ഇക്വേഷൻസ് നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കണം. ഈ ഒമേഗ ഡാഷിൻ്റെ ഇക്വേഷൻ നോക്കൂ. അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് അഡീഷണലായി ഒരു ടേം കൂടി വന്നിട്ടുണ്ട്, ബി സ്ക്വയർ ബൈ 4m സ്ക്വയർ. ആ ബി എന്ന ടേം നെഗ്ലക്റ്റ് ചെയ്താൽ, മീൻസ് ഡാമ്പിംഗ് നെഗ്ലക്റ്റ് ചെയ്താൽ, യു വിൽ ഗെറ്റ് ഒമേഗ ഡാഷ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. പക്ഷേ ഡാമ്പിംഗ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒമേഗ ഡാഷിന് എന്ത് പറ്റുന്നു നോക്കൂ. റൂട്ട് ഓഫ് കെ ബൈ എം മൈനസ് ഒരു ടേമാണ് അവിടെ വന്നിരിക്കുന്നത് അല്ലേ. എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി വിൽ ഡിക്രീസ്. സോ ഡാമ്പിംഗ് പ്രൊഡ്യൂസസ് two effects. There is a continuous decrease in amplitude of oscillation and because of damping the angular frequency decreases. ഇപ്പോൾ നിങ്ങൾ ഫിഗറിൽ കാണുന്നത് നമുക്ക് കിട്ടിയ സൊല്യൂഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്.
ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻസ് ഈസ് കണ്ടിന്യൂസ്ലി ഡിക്രീസിങ് ആൻഡ് ഫൈനലി ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ വിൽ റെഡ്യൂസ് ടു 0. ഇവിടെ നമുക്കറിയാം ഡാമ്പിംഗ് ഫോഴ്സിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി എനർജി ഓഫ് ദി ഓസിലേറ്റർ ഈസ് കണ്ടിന്യൂസ്ലി യൂസ്ഡ് അപ്പ്. സോ എനർജി ഓഫ് ദി ഓസിലേറ്റർ ഈസ് നോട്ട് എ കോൺസ്റ്റന്റ് ഹിയർ. മുമ്പ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസിൽ നമ്മൾ ഡിറൈവ് ചെയ്തു എനർജി ഓഫ് ദി ഓസിലേറ്റർ E ഈക്വൽസ് ഹാഫ് KA² ആൻഡ് ഇറ്റ് വാസ് എ കോൺസ്റ്റന്റ്. പക്ഷേ ഇവിടെ നമുക്കറിയാം എനർജി ഒരു കോൺസ്റ്റന്റ് അല്ല, ബിക്കോസ് ആംപ്ലിറ്റ്യൂഡ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. നമുക്ക് ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട് യു ആർ ഗെറ്റിംഗ്, യു സി E ഈക്വൽസ് ഹാഫ് K ഇൻറ്റു AE റൈസ് ടു -BT/2m ദ ഹോൾ സ്ക്വയർ. നമുക്ക് ആ ബ്രാക്കറ്റിനകത്ത് വരുന്ന ടേം ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. E ഈക്വൽസ് ഹാഫ് KA² E റൈസ് ടു -2BT/2m. ആ 2 ക്യാൻസൽ ചെയ്യും ആൻഡ് യു ആർ ഗെറ്റിംഗ് എനർജി ഓഫ് എ ഡാംപ്ഡ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആസ് E ഈക്വൽസ് ഹാഫ് KA² E റൈസ് ടു -BT/m. You can see energy also is decreasing exponentially with time. Question എഴുതും. For a damped oscillator, the mass of the block is 200 gram. Force constant K equals 90 Newton meter inverse and damping constant B equals 40 gram second inverse. Calculate, first question, the period of oscillation. Second question, time taken for its amplitude of vibrations to drop to half of its initial value. And the third question, the time taken for its mechanical energy to drop to half of its initial value. You come to the question. For a damped oscillator, the mass of the block is 200 gram. Okay, note the value. M equals 200 gram. Convert to kilogram. So it is 0.2 kilogram. The value of K is given in the question. K equals 90 Newton meter inverse. And the damping constant B is given as 40 gram second inverse. അതിനെ കിലോഗ്രാം സെക്കൻഡ് ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് 0.04 കിലോഗ്രാം സെക്കൻഡ് ഇൻവേഴ്സ്. ചില സിറ്റുവേഷൻസിൽ ദിസ് ഡാമ്പിംഗ് വിൽ ബി വെരി വെരി സ്മോൾ സോ ദാറ്റ് വി ക്യാൻ നെഗ്ലക്റ്റ് ഇറ്റ്. ഈ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് ബി നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാമോ എന്നറിയുന്നത് റൂട്ട് ഓഫ് KM എന്ന ക്വാണ്ടിറ്റിയുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ്. ഈ ബിയുടെയും റൂട്ട് ഓഫ് KMൻ്റെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കും. നിങ്ങൾക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Now, let's calculate the value of root of Km also. So, what is root of Km? Root of Km equals square root of 90 into 0.2. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. The answer is 4.243 കിലോഗ്രാം സെക്കൻഡ് ഇൻവേഴ്സ്. നമുക്ക് ബിയുടെ വാല്യൂ ഒരു ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടായിരുന്നു. ബി ഈസ് 0.04 കിലോഗ്രാം സെക്കൻഡ് ഇൻവേഴ്സ്. You compare B with root of Km, you can see B is much smaller than root of Km. So in this situation, you can neglect the value of B while calculating the time period. In this situation, നമുക്കറിയാം the angular frequency is given by omega dash equals root of K by M minus B square by 4M square. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ B എന്ന ടേം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. So, ഈ ടേം വാനിഷ് ചെയ്യും. What is left? Omega dash equals root of K by M. So, 2 pi by T dash equals root of K by M, or T dash is equal to 2 pi into root of M by K. ഈ ഇക്വേഷനിലേക്ക് എമ്മിൻ്റെയും കെയുടെയും വാല്യൂസ് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. See the substitution. T dash equals 2 into pi into square root of 0.2 divided by 90. Calculate ചെയ്ത് നോക്കൂ. The time period is 0.3 second. Now let's come to the second part of the question. Time taken for its amplitude of vibrations to drop to half of its initial value.
In this case, we know the displacement is x equals a e raised to minus bt by 2m omega dash t plus phi. So, എന്തായിരിക്കും amplitude of oscillation? Amplitude of oscillation is a e raised to minus bt by 2m. ഇതിൽ a എന്നതാണല്ലോ ഇനിഷ്യൽ ആംപ്ലിറ്റ്യൂഡ്. t എന്ന ഇൻസ്റ്റൻറ്റിലെ ആംപ്ലിറ്റ്യൂഡാണ് ഈ കാണുന്നത്. സോ വി ക്യാൻ റൈറ്റ് എ ടി ഈക്വൽസ് എ ഇ റൈസ് ടു മൈനസ് ബി ടി ബൈ 2m. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന എ ടി എന്നത് ടി എന്ന ഇൻസ്റ്റൻറ്റിലെ ആംപ്ലിറ്റ്യൂഡാണ്. ടി ഈക്വൽ ടു 0 എന്ന ഇൻസ്റ്റൻറ്റിലെ ആംപ്ലിറ്റ്യൂഡാണ് എ. അവർ നമ്മളോട് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താ? ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് എ ബൈ 2 ആയി മാറുന്ന ടൈം ഇൻസ്റ്റൻറ്റ് എത്ര എന്നാണ്. ദാറ്റ് മീൻസ് എ ടി ഈക്വൽസ് എ ബൈ 2. ഈ ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. എ ബൈ 2 ഈക്വൽസ് എ ഇ റൈസ് ടു മൈനസ് ബി ടി ബൈ 2m. എ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്യാമല്ലോ. വാട്ട് ഈസ് ലെഫ്റ്റ്? 1 by 2 ഈക്വൽസ് ഇ റൈസ് ടു മൈനസ് ബി ടി ബൈ 2m. ഈ രണ്ട് സൈഡിൻ്റെയും ഒന്ന് ഇൻവേഴ്സ് എഴുതി നോക്കൂ. 2 ഈക്വൽസ് ഇ റൈസ് ടു ബി ടി ഡിവൈഡഡ് ബൈ 2m. Now, let's take the log on either side. Log എടുക്കുമ്പോൾ log to the base e ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. നാച്ചുറൽ ലോഗരിതം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. സോ log 2 ഈക്വൽസ് ബി ടി ബൈ 2m ഇൻറ്റു ലോഗ് ഇ. ഇ ആണ് ലോഗിൻ്റെ ബേസ് എങ്കിൽ നിങ്ങൾക്കറിയാം ലോഗ് ഇ ഈസ് 1. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് log 2 ഈക്വൽസ് ബി ടി ഡിവൈഡഡ് ബൈ 2m. നമുക്ക് ടിയുടെ വാല്യൂ അല്ലേ വേണ്ടത്? റീറൈറ്റ് ദിസ് ഇക്വേഷൻ ഫോർ ടി. യു ഗെറ്റ് ടി ഈക്വൽസ് 2m ഇൻറ്റു ലോഗ് 2 ഡിവൈഡഡ് ബൈ ബി. ലെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. 2 ഇൻറ്റു 0.2 ഇൻറ്റു ലോഗ് 2 ഡിവൈഡഡ് ബൈ 0.04. ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നാച്ചുറൽ ലോഗരിതം എന്ന കാൽക്കുലേറ്ററിലെ ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് വേണം ലോഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ന് ഓർക്കുക. യു ഗെറ്റ് ദ റിക്വയർഡ് ടൈം ആസ് 6.93 സെക്കൻഡ്. അപ്പോൾ 6.93 സെക്കൻഡിൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇനിഷ്യൽ വാല്യൂവിൻ്റെ ഹാഫായി മാറിയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കിനി അറിയേണ്ടത് ഇതിൻ്റെ ട്വൈസ് ടൈമിൽ മീൻസ് 13.86 സെക്കൻഡിൽ ആംപ്ലിറ്റ്യൂഡ് 1/4 ഡിക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ടോ? നിങ്ങളതൊന്ന് ചെയ്തു നോക്കൂ. ആംപ്ലിറ്റ്യൂഡ് ഇനിഷ്യൽ വാല്യൂവിൻ്റെ 1/4 ഡിക്രീസ് ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്ന് ഇതുപോലെ തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യൂ. 13.86 കിട്ടുമോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ. കിട്ടുന്നില്ല എങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ എന്ന് നമ്മൾ മുമ്പ് വരച്ചിരിക്കുന്ന ഗ്രാഫിലേക്കൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. Now you come to the third part of the question. The time taken for its mechanical energy to drop to half of its initial value. We have derived the equation for mechanical energy. You have Et equals half Ka square e raised to minus bt by m. ആ t എന്ന ഇൻസ്റ്റൻറ്റിലെ എനർജിയെയാണ് ഞാൻ Et എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. And you know half Ka square is the initial energy. So this equation can be written as Et equals e raised to minus bt by m. നമ്മൾ തൊട്ട് മുമ്പിലെ പാർട്ട് സോൾവ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇതും സോൾവ് ചെയ്യാം. In the question they are saying Et equals e divided by 2. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പഴയതുപോലെ നിങ്ങൾ സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 3.46 സെക്കൻഡ്സ് എന്നായിരിക്കും. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആൻസറും തൊട്ട് മുമ്പിൽ നിങ്ങൾക്ക് കിട്ടിയ ആംപ്ലിറ്റ്യൂഡ് ഹാഫായി റെഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ടൈമും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് കാണാൻ പറ്റുന്നോ എന്ന് നോക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വന്നത് എന്ന് ആംപ്ലിറ്റ്യൂഡിൻ്റെയും എനർജിയുടെയും ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ഓസിലേഷൻസ് എന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് ഇനി ഒരു പാർട്ട് കൂടിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് ഫോഴ്സ്ഡ് ഓസിലേഷൻസ് ആൻഡ് റെസൊണൻസ്. ഇപ്പോൾ സ്ക്രീനിൽ ഒരു കുട്ടി
ഊഞ്ഞാലിൽ ആടുന്ന ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സ്വിങ്ങിനെ ഞാൻ ഒന്ന് ബാക്കിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തിട്ട് ഫ്രീ ആക്കിയാൽ ഇറ്റ് വിൽ ഓസിലേറ്റ്. നമുക്കറിയാം അത്. അങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന സ്വിങ്ങിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഫ്രീക്വൻസിയെ നമ്മൾ പറയുന്ന പേര് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് ഒമേഗ എന്നാണ്. ഇങ്ങനെ സ്വിങ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഗ്രാജുവലായി ഡിക്രീസ് ചെയ്യും. ഇറ്റ് ഈസ് ഡ്യൂ ടു ഡാമ്പിംഗ്. ആൻഡ് ഫൈനലി ദ ഓസിലേഷൻസ് വിൽ ഡൈ ഓഫ് ആൻഡ് ദ സ്വിങ് വിൽ കം ടു എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. നമുക്ക് വേണ്ടത് ഈ ഓസിലേഷൻസ് ഇങ്ങനെ ഡിക്രീസ് ചെയ്യരുത്. ഓസിലേഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഈ ഓസിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നോക്കൂ, ഈ കുട്ടിയുടെ തൊട്ട് ബാക്കിൽ രണ്ടാമതൊരാൾ നിൽപ്പുണ്ട്. ഈ സ്വിങ് ബാക്കിൽ എത്തുന്ന ഇൻസ്റ്റൻറ്റിൽ ഈ താഴെ നിൽക്കുന്നയാൾ സ്വിങ്ങിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. സ്വിങ് വീണ്ടും ഓസിലേറ്റ് ചെയ്യില്ലേ? ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നയാൾ പീരിയോഡിക്കായി ഫോഴ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാലോ നമുക്ക് ഓസിലേഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓസിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ദോസ് ടൈപ്പ് ഓഫ് ഓസിലേഷൻസ് ആർ കോൾഡ് ഡ്രിവൺ ഹാർമോണിക് ഓസിലേഷൻസ് ഓർ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേഷൻസ്. ഈ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത എക്സ്റ്റേണലായി നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഒരു പീരിയോഡിക് ഫോഴ്സാണ്. അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് പീരിയോഡിക് ഫോഴ്സ് ആണെങ്കിൽ അതിനും ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ ഓസിലേറ്ററിന് അതിൻ്റേതായ ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതിനെ നമ്മൾ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു. ഡ്രൈവിംഗ് ഫോഴ്സിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഡ്രൈവിംഗ് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയെ നമുക്ക് ഒമേഗ ഡി എന്ന് വിളിക്കാം. ഓസിലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ അല്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. സോ ദിസ് ഡ്രൈവിംഗ് ഫോഴ്സ് ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഈക്വൽ F0 cos ഒമേഗ ഡി ടി. അതും ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഞാനൊരു കോസ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഏതൊക്കെയാണ് ഓസിലേറ്ററിൽ ഇപ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്? നമുക്കറിയാം റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്, ഡാമ്പിംഗ് ഫോഴ്സ് ഉണ്ട്. ഇൻ അഡീഷൻ ടു ദീസ് ടു, നൗ ദർ ഈസ് എ ഫോഴ്സ് കോൾഡ് ദ ഡ്രൈവിംഗ് ഫോഴ്സ്. So what is the equation for the total force on the oscillator? The total force is given by F equals minus kx minus bv plus F0 cos omega dt. ഡിഫറൻഷ്യൽ ഫോമിലേക്ക് നമ്മൾ ഇതിനൊന്ന് മാറ്റി എഴുതിയാൽ m into d square x by dt square equals minus kx minus b into dx by dt plus F0 cos omega dt. Or this can be written as m d square x by dt square plus b dx by dt plus kx equals F0 cos omega dt. This is the equation for a forced simple harmonic motion. ഈ ഇക്വേഷനിൽ ഈ റൈറ്റ് സൈഡിലെ ടേം നെഗ്ലക്റ്റ് ചെയ്താൽ ഇതൊരു ഡാംപ്ഡ് സിമ്പിൾ ഹാർമോണിക് മോഷനായി മാറും. ആ ഡാംപ്ഡ് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ബി എന്ന ടേം കൂടി നെഗ്ലക്റ്റ് ചെയ്താൽ ഇത് ഒരു ഫ്രീ ഓസിലേഷനായും മാറും. ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. ദാറ്റ് സൊല്യൂഷൻ ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ഡി ടി പ്ലസ് 5, where a is the amplitude and a is given by F0 divided by root of m square into omega square minus omega d square the whole square plus omega d square b square. നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തു വയ്ക്കുക. In this expression, F0 is the amplitude of the driving force and m is the mass of the oscillator. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് ഒമേഗ ആൻഡ് ഒമേഗ ഡി. ഈ രണ്ട് ടേമും കൂടി ചേർന്നാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻസ് ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത് എന്ന് ഈ ഇക്വേഷനിൽ നിന്നും ക്ലിയർ ആണ്. നമുക്കിതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് നോക്കാം. ലെറ്റ്സ് അസ്യൂം ഒമേഗ ആൻഡ് ഒമേഗ ഡി ആർ ഈക്വൽ. ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും ഓസിലേറ്ററിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആണ് എന്ന് വിചാരിക്കും.
അങ്ങനെയാണെങ്കിൽ ദ ഡിനോമിനേറ്ററിൽ കാണുന്ന ഈ ടേം 0 ആയി മാറല്ലേ? ബാക്കി എന്താ വരുന്നത് നോക്കൂ. ആംപ്ലിറ്റ്യൂഡ് ഈസ് f0 ഡിവൈഡഡ് ബൈ ഒമേഗ ഡി ബി. ഇനി ഒമേഗയും ഒമേഗ ഡിയും ഈക്വൽ അല്ലാതെ ഒമേഗ ഗ്രേറ്റർ ദാൻ ഒമേഗ ഡി ആയാലും ഒമേഗ ഡി ഗ്രേറ്റർ ദാൻ ഒമേഗ ആയാലും the denominator will be more than this one, and because of that the amplitude will decrease. എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഇപ്പോൾ കാണുന്ന a equals f0 by omega db is the maximum value of amplitude. Or I can say, when the driving frequency becomes equal to natural frequency of the free oscillations, the amplitude of oscillation will become a maximum. This phenomenon is called resonance. ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് റെസണൻസ്. മെക്കാനിക്കൽ ഓസിലേഷൻസിലെ റെസണൻസ് ആണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. നിങ്ങൾ അടുത്ത വർഷം ഇലക്ട്രിക്കൽ ഓസിലേഷൻസിലെ റെസണൻസ് ഡിസ്കസ് ചെയ്യും. നമുക്ക് ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ വേരിയേഷൻ കൂടി ഒന്ന് വരച്ച് നോക്കാം. At this particular point, omega d equals omega. We know when omega d equals omega, the amplitude will be maximum. നമ്മൾ നേരത്തെ കണ്ടതാണ് ഒമേഗ ഒമേഗ ഡിക്ക് ഈക്വൽ അല്ലാതെ മാറിയാൽ ആംപ്ലിറ്റ്യൂഡ് വിൽ ഡിക്രീസ്. സോ ദിസ് ഈസ് ദി ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് വിത്ത് ദ ഡ്രൈവിംഗ് ഫ്രീക്വൻസി. ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ നോക്കൂ. a equals f0 divided by omega d b. Here the amplitude is small, maybe because b will be high. അങ്ങനെയാണെങ്കിൽ ഒരു ലോ ഡാമ്പിങ്ങിൽ നമ്മൾ ഈ ഗ്രാഫ് വരച്ച് നോക്കിയാലോ. ബി സ്മോൾ ആവുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യണം. സോ ദ ഗ്രാഫ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഇഫ് യു റെഡ്യൂസ് ദ വാല്യൂ ഓഫ് ബി അഗെയിൻ, ആംപ്ലിറ്റ്യൂഡ് വിൽ ഇൻക്രീസ് അഗെയിൻ ആൻഡ് ദിസ് വിൽ ബി ദ ഷേപ്പ് ഓഫ് ദി ഗ്രാഫ്. നമ്മൾ ആദ്യം കണ്ട സ്വിങ്ങിൻ്റെ കേസിൽ ഈ റെസണൻസ് ക്ലിയർ ആണ്. ഈ സ്വിങ്ങിലിരിക്കുന്ന കുട്ടി ഓരോ പ്രാവശ്യവും ഏറ്റവും ബാക്കിലെത്തുമ്പോൾ ഗ്രൗണ്ടിലേക്കൊന്ന് പുഷ് ചെയ്താൽ ആംപ്ലിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യിക്കാൻ പറ്റും. ആ റിഥമിക് പുഷിംഗ് ആണ് അവിടുത്തെ ഡ്രൈവിംഗ് ഫോഴ്സ്. ആ ഡ്രൈവിംഗ് ഫോഴ്സ് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസിക്ക് ഈക്വലാക്കി മാറ്റിയാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻസ് മാക്സിമം ആക്കി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോഴൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി മാത്രമുള്ള സിസ്റ്റംസാണ്. പക്ഷേ അങ്ങനെയല്ല, ഒന്നിലധികം നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ള സിസ്റ്റംസ് പോസിബിൾ ആണ്. അപ്പോൾ ഈ ഏതെങ്കിലും നാച്ചുറൽ ഫ്രീക്വൻസി ഡ്രൈവിംഗ് ഫ്രീക്വൻസിക്ക് ഈക്വലായി മാറിയാൽ ആംപ്ലിറ്റ്യൂഡ് മാക്സിമമായി മാറും. അത് പലപ്പോഴും പല ഡേഞ്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സോൾജിയേഴ്സ് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ ദേ യൂഷ്വലി ഗോ ഔട്ട് ഓഫ് സ്റ്റെപ്പ്, ദേ വിൽ നെവർ മാർച്ച്. മാർച്ച് എന്ന് പറയുന്ന ഒരു റിഥമിക്കാണ്. ആ റിഥമിക് മാർച്ചിങ്ങിൻ്റെ ഫ്രീക്വൻസി ബ്രിഡ്ജിൻ്റെ ഫ്രീക്വൻസിയുമായി ഈക്വലായാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻസ് ഓഫ് ദ ബ്രിഡ്ജ് വിൽ ബിക്കം മാക്സിമം. അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. നമുക്കറിയാം എർത്ത് ക്വേക്ക് വിൽ പ്രൊഡ്യൂസ് സെസ്മിക് വേവ്സ്. ഈ സെസ്മിക് വേവ്സ് ഇത് പാസ് ചെയ്യുന്ന എഫക്റ്റഡ് ഏരിയസിലൊക്കെ ഡാമേജസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഈ അഫക്റ്റഡ് ഏരിയയിലെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആയിരിക്കും അവിടുത്തെ ഫ്രീക്വൻസി ഡിസൈഡ് ചെയ്യുക. ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് സെസ്മിക് വേവിൻ്റെ ഫ്രീക്വൻസിയുമായി ഈക്വലായാൽ ആ ബിൽഡിങ്ങിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ മാക്സിമം ആകുകയും അത് കൊലാപ്സ് ചെയ്യുകയും ചെയ്യും. ഇതുകൊണ്ടാണ് എർത്ത് ക്വേക്സ് ഒരു ഏരിയയിൽ യൂണിഫോം ഡിസ്ട്രക്ഷൻ കോസ് ചെയ്യാത്തത് ഈ റീസൺ കൊണ്ടാണ്. ഇങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു പ്രോസസ്സാണ് ഈ റെസണൻസ്. ഈ റെസണൻസ് എന്ന കോൺസെപ്റ്റോടുകൂടി നമ്മുടെ ഓസിലേഷൻസ് എന്ന 14th ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. വളരെയധികം ഫിസിക്കൽ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഈ ഓസിലേഷൻസ്. എല്ലാവരും ഈ ചാപ്റ്റർ വളരെ നന്നായി പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ.